നമസ്കാരം, എല്ലാവർക്കും ആമേസ് ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഷവർമയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഷവർമ എങ്ങനെയാണ് ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇനി പേടിക്കാതെ തന്നെ നമുക്ക് കടയിൽ നിന്നൊന്നും വാങ്ങാതെ വീട്ടിൽ തന്നെ ഷവർമ ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഷവർമ ബ്രെഡ് റെഡിയാക്കി എടുക്കാം, അതായത് കുബൂസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർക്കുന്നത്. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ നേരിട്ട് ഇപ്പോൾ ചേർക്കാണ്. അപ്പോൾ 1 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മിൽക്ക് പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിർബന്ധമില്ല കേട്ടോ, പക്ഷെ ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. അതേപോലെ തന്നെ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതേപോലെ ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഇതങ്ങ് മാവ് രൂപത്തിൽ കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ല പോലെ കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വെള്ളം ഞാൻ ചെറു ചൂടുള്ള വെള്ളമാണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നല്ല പോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഒരു ചപ്പാത്തി പരുവത്തിൽ ആവുന്നത് വരയ്ക്കും മാവ് നല്ല പോലെ കൈവച്ചിട്ട് കുഴച്ച് കൊടുക്കാം. മാവിപ്പോൾ ഞാൻ നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ല, നല്ല സോഫ്റ്റായിട്ടാണ് മാവ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇത് നമ്മൾ പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വലിയ പാത്രം നോക്കി എടുക്കാൻ ശ്രദ്ധിക്കുക, കാരണം ഇത് പൊന്തി വരാനുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള പാത്രം എടുക്കാം. അപ്പോൾ ഞാൻ പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ തടവിയിട്ടുണ്ട്. നമ്മൾ മാവ് പൊന്തി വരുമ്പോൾ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മാവ് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്ക് പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കാം. ഏകദേശം ഒരു 1.5 മുതൽ 2 മണിക്കൂർ വരെ വെക്കാം. ചൂടുള്ള സ്ഥലത്ത് വെക്കാം. ചിലപ്പോൾ സമയം വ്യത്യാസപ്പെടും ഓരോ സ്ഥലത്തെ ചൂടിനനുസരിച്ച്. അപ്പോൾ അത് നല്ല പോലെ പൊന്തി വരട്ടെ. മാവ് ഇപ്പോൾ നോക്കിയാൽ തന്നെ കാണാം ഡബിളായിട്ട് വന്നിട്ടുണ്ട്. എനിക്കൊരു 1.5 മണിക്കൂർ എടുത്തു ഇത് ഡബിളായിട്ട് വരാൻ വേണ്ടിയിട്ട്. ഇനി കൈ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നോക്കിയാൽ തന്നെ കാണാം നല്ല സോഫ്റ്റായിട്ടാണ് മാവിരിക്കുന്നത്. ഇനി ഇതിൽ എയറൊക്കെ കളഞ്ഞിട്ട് ഒന്നും കൂടി നമ്മൾ ഇത് നല്ല പോലെ അങ്ങ് കുഴച്ചെടുക്കാം. അപ്പോൾ കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് എന്തോരം ബോൾസ് നമ്മുടെ കുബൂസിന് വലിപ്പം വേണം, അതിനനുസരിച്ച് ബോൾസാക്കി മാറ്റാം. ഇനി നമുക്ക് നമ്മുടെ ഷവർമ ബ്രെഡ് പരത്തിയെടുക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പൊടി തൂക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ബോൾസാക്കി വെച്ചിരുന്ന ഓരോ മാവ് ബോൾസ് ഉണ്ടല്ലോ അത് എടുത്തിട്ട് ഇതേപോലെ പൊടിയായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. അതിനുശേഷം ഇതൊന്ന് പരത്തിയെടുക്കാം. നമ്മൾ ചപ്പാത്തി പരത്തുന്നത് പോലെ തന്നെ ഒരുപാട് തിക്കുമായി പോകണ്ട, അതേപോലെ തന്നെ ഒരുപാട് കനം കുറഞ്ഞു പോവാത്ത രീതിയിൽ ഇത് നല്ല പോലെ പരത്തിയെടുക്കാം. എല്ലാ ഭാഗത്തും ഒരേ ഒരു തിക്നെസ്സിലാവുന്ന വിധത്തിൽ നല്ല പോലെ ഇതങ്ങ് പരത്തിയെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ഷവർമ ബ്രെഡ് ഞാൻ നല്ലപോലെ പരത്തി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഓരോ ബോൾസ് എടുത്തതിന് ശേഷം ബോൾസ് എല്ലാനും ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് മൂടിയിടാനും ശ്രദ്ധിക്കണം, അതല്ലെങ്കിൽ ബോൾസൊക്കെ ഡ്രൈ ആയി പോകാനും സാധ്യതയുണ്ട്. ഇനി ഇതേപോലെ ഒരു വലിയ തട്ടും എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് പൊടി തൂക്കി കൊടുക്കാം. അപ്പോൾ ഇത് ഒരു 15 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം മാത്രമാണ് നമ്മളിത് ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഇത് ഒന്നിന് മേലെ ഒന്ന് മുട്ടാത്ത രീതിയിൽ എല്ലാ നമ്മുടെ ബ്രെഡും അങ്ങനെ പരത്തി വെക്കണം. അല്ലെങ്കിൽ നിങ്ങൾ വലിയ ട്രേ ഉണ്ടെങ്കിൽ അങ്ങനെ അതിലിട്ടാലും മതി, അതല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിൽ വെച്ചാലും മതി. അപ്പോൾ ഒരു 15 മിനിറ്റിന് ശേഷം ഇത് കുറച്ചും കൂടി പൊന്തി വരും. അതിന് ശേഷമാണ് നമ്മളിത് ചുട്ടെടുക്കുന്നത്. അപ്പോൾ ബാക്കി എല്ലാ ബ്രെഡും നമുക്ക് ഇതേപോലെ തന്നെ പരത്തി ഒന്നിനും മീതെ ഒന്നും മുട്ടാത്ത വിധത്തിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ചുട്ടെടുക്കാം. കണ്ടില്ലേ, ഞാൻ എല്ലാ കുബൂസും ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. അതിനുശേഷം കൗണ്ടർ ടോപ്പിൽ ഒന്നിനു മീതെ ഒന്നും മുട്ടാത്ത വിധത്തിൽ ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് നമ്മളൊരു നനഞ്ഞ തുണി ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഒരുപാട് നനവ് വേണ്ട. നമ്മളൊരു തുണിയിൽ വെള്ളം മുക്കിയതിന് ശേഷം നല്ലപോലെ പിഴിഞ്ഞെടുത്തതാണ്. എന്നിട്ട് അത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു 15 മിനിറ്റ് കഴിഞ്ഞ് ഇത് ചുട്ടെടുക്കാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുബൂസ് ചുട്ടെടുക്കാൻ തുടങ്ങാം. അപ്പോൾ പാൻ നല്ല പോലെ ചൂടായിട്ട് വരുമ്പോൾ ഇതിൽ കുബൂസ് വെച്ച് കൊടുക്കാം. ഇതേ കണ്ടില്ലേ, ഇപ്പോൾ ഒരു സൈഡ് ഇതേ ഒന്ന് കുമിളകളായിട്ട് ഇങ്ങനെ പൊന്തി വരുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല പോലെ 2 സൈഡും തിരിച്ച് മറിച്ചിട്ടിട്ട് നല്ലപോലെ വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ സാധാരണ ചപ്പാത്തി എങ്ങനെയാണ് ചുടുന്നത് അതേപോലെ തന്നെ ഇതങ്ങ് ചുട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നല്ല പോലെ ചുട്ടെടുക്കാം. ഇപ്പോൾ നമ്മുടെ കുബൂസ് നല്ല പോലെ 2 സൈഡും വെന്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഒന്ന് പൊന്തി വന്നിട്ടുണ്ട്. നമ്മുടെ കുബൂസ് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. നമുക്കിത് എടുത്ത് മാറ്റാം. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കി എല്ലാ കുബൂസും നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഷവർമയിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ഇനി അതിന് വേണ്ടിയിട്ട് 1 കപ്പ് അളവിൽ ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ബോൺലെസ് ചിക്കനാണ്. ഏകദേശം ഒരു 300 ഗ്രാമോളം വരും. അപ്പോൾ നമുക്കിത് മസാലയൊക്കെ പുരട്ടി വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ തൈര് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ തൈര് ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, അതേപോലെ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ പെപ്പർ പൗഡർ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താം. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഈ സമയം. എന്നിട്ട് നമ്മൾ ചിക്കനും കൂടി ചേർത്തിട്ട് ഇത് നല്ല പോലെ മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത് ഒരു ഏകദേശം ഒരു 20 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സമയം വെക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത്രയും സമയം വെക്കാം. അപ്പോഴാണ് കുറച്ച് കൂടുതൽ സമയം വെക്കുകയാണെങ്കിൽ നല്ല പോലെ ചിക്കനിലേക്ക് ആ മുളകും എല്ലാനും പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഉപ്പും മുളകൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഞാനൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ നല്ല പോലെ മസാല പുരട്ടിയിട്ട് ഒരു 20 മിനിറ്റിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്യാം. 20 മിനിറ്റിന് ശേഷം നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ ഡീപ്പ് ഫ്രൈ അല്ല ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനൊരു പാനിൽ ഓയിൽ ചൂടാക്കാൻ വെച്ചിരുന്നു. അപ്പോൾ ഓയിലും ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ചിക്കൻ ഇട്ട് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഇതാ നല്ല പോലെ മസാലയൊക്കെ പരണ്ട് നമ്മുടെ ചിക്കനിലേക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് ഒരുപാട് സമയം എടുക്കില്ല ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ബോൺലെസ് ആയനം പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് 2 സൈഡും തിരിച്ചു മറിച്ചിട്ടിട്ട് നല്ല പോലെ വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. കണ്ടില്ലേ, നല്ല പോലെ ഞാനിപ്പോൾ തിരിച്ചു മറിച്ചിട്ടിട്ട് ഇത് വേവിച്ചെടുത്തിട്ടുണ്ട്. നല്ല പോലെ വെന്തും വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സമയമൊന്നും എടുക്കില്ല. ഞാൻ പറഞ്ഞ പോലെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി കിട്ടും. അപ്പോൾ ഇത് ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മളിത് ചെറിയ പീസസ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇത് ഓയിലിൽ നിന്ന് മാറ്റാണ്. അപ്പോൾ ഇത് നല്ലപോലെ ചൂടാറിയതിന് ശേഷം നമുക്കിത് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഷവർമ റെഡിയാക്കാൻ തുടങ്ങാം. അതിൻ്റെ ഉള്ളിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കാം. ചിക്കൻ നമ്മൾ വേവിച്ചത് ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. അതേപോലെ നീളത്തിൽ അരിഞ്ഞ ക്യാരറ്റ് 1 കപ്പ്, നീളത്തിൽ അരിഞ്ഞ കുക്കുംബർ 1/2 കപ്പ്, ചെറിയ തക്കാളിയും ഒരു ചെറിയ സവാളയും നീളത്തിൽ അരിഞ്ഞത്, അതേപോലെ തന്നെ ഒരു ക്യാപ്സിക്കം നീളത്തിൽ അരിഞ്ഞത്, പിന്നെ കുറച്ച് ക്യാബേജും നീളത്തിൽ അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചക്കറികളൊക്കെ ഞാൻ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞതാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞ് ചേർത്താലും മതിയാകും.
ഇനി ഇതിലേക്ക് പുളിക്ക് ആവശ്യത്തിന് ലെമൺ ജ്യൂസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പെപ്പർ പൗഡറും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയം ഇതിലേക്ക് മയോണൈസും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ബ്രെഡുമേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഫില്ലിങ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇത് വീട്ടിൽ ഉണ്ടാക്കിയ മയോണൈസാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ആദ്യം തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ഉണ്ടെങ്കിൽ കാണാം. അപ്പോൾ ഷവർമ സെറ്റ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ നമ്മൾ ബ്രെഡ് നല്ല പോലെ, അതായത് നമ്മുടെ കുബൂസ് നല്ല പോലെ തണുത്തതിന് ശേഷം മാത്രമാണ് നമ്മളിത് സെറ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ കുബൂസ് ചുട്ടതിന് ശേഷം ഒരു തുണിയായിട്ട് കവർ ചെയ്തിടാനും മറക്കരുത്, അതല്ലെങ്കിൽ ഒരുപാട് ഡ്രൈ ആയി പോവും. അപ്പോൾ ഇതാ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ കുബൂസുമേക്ക് നമ്മുടെ മയോണൈസ് നമുക്ക് എന്തോരം വേണം അതിനനുസരിച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ടൊമാറ്റോ ചില്ലി സോസ് ആണ്, രണ്ടും കൂടി ചേർന്നതാണ്. അപ്പോൾ ടൊമാറ്റോ ചില്ലി സോസും കൂടി കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് എന്തോരം ഫില്ലിങ് വേണം അതിനനുസരിച്ച് ഇത് വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കുബൂസ് ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഇനി പുറത്തുനിന്ന് വാങ്ങി കാശ് കൊടുത്ത് വാങ്ങി കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാവുന്ന ഒരു അടിപൊളിയാണ്. നമുക്ക് വിശ്വസിച്ച് വീട്ടിലുണ്ടാക്കി കഴിക്കാൻ പറ്റുന്നൊരു റെസിപ്പിക്കും കൂടിയാണ്. അപ്പോൾ ഞാൻ മയോണൈസിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു, കാണാത്തവരുണ്ടെങ്കിൽ കാണാം. അപ്പോൾ കുറച്ച് മയോണൈസും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതാ കുബൂസ് ഞാൻ ഇതേപോലെ അങ്ങ് മടക്കി കൊടുത്തിട്ടുണ്ട്. ഒന്ന് ടൂത്ത് പിക്ക് വെച്ചിട്ട് കവർ ചെയ്യുമോ, അതല്ലെങ്കിൽ നമ്മൾ ബട്ടർ പേപ്പർ വെച്ചിട്ടൊന്ന് ഇത് അതിൻ്റെ ഉള്ളിൽ കവർ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കഴിക്കാനും കടയിൽ നിന്ന് വാങ്ങുന്ന രീതിയിൽ കഴിക്കാനും പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും ബൈ.